നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കെല്ലാവർക്കും അറിയാം. പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി വിജയം ആഘോഷിച്ച് ഒരാണ്ട് തികയാണ്. ഭാരതമെന്നല്ല ലോകമൊട്ടാകെ ഭാരതീയന് അഭിമാനം കൊണ്ടാകുന്ന ഒരു നിമിഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്തായാലും ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇന്ന് ഒരാണ്ട് തികഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മിലിറ്ററി കേന്ദ്രങ്ങളിലെല്ലാം ഓരോ പട്ടാളക്കാരനും ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുന്ന ഒരു വർഷമാണ്. മുൻ റിട്ടയർഡ് ആയിട്ടുള്ള കേണൽ ശ്രീ ഡെന്നിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു വർഷത്തിനിടയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞുണ്ടായ രാജ്യത്തിനുണ്ടായ മാറ്റം, ഓരോ ഭാരതീയനും അഭിമാനിക്കാനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് അല്പനേരം സംസാരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ആ യുദ്ധത്തിന് ശേഷം രാജ്യത്തിനുണ്ടായ മാറ്റം? ആദ്യം തന്നെ ഞാൻ പെഹൽഗാമിൽ മരിച്ച നമ്മുടെ സഹോദരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ന് നമ്മൾ ഒരു വർഷമായി. അതിൽ പങ്കുചേർന്ന എല്ലാ സൈനികരെയും എൻ്റെ സല്യൂട്ടാണ്. കാരണം അവരുടെ ആ ഒരു കറേജും അവരുടെ ആ ഒരു പ്രവർത്തനം മൂലമാണ് നമുക്ക് രാജ്യത്ത് തന്നെ നമുക്ക് ഒരു ഉന്മേഷവും നമുക്കൊരു ആർജവും അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസവും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചത്. കാരണം പെഹൽഗാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തിരിച്ചടി നൽകിയപ്പം ഈ സൈനികരും ഈ നമ്മുടെ രാഷ്ട്ര തലവനും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. നമ്മൾ സൈനികർ ചെയ്തിട്ടുള്ള ആ സാഹസത്തിനെക്കുറിച്ചും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളതിനൊന്നും ഇനി എന്താ പറയുക, എത്രയോ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടാണ്. പാകിസ്ഥാനെ എങ്ങനെയാണ് 87 മണിക്കൂറിനകം നമ്മളവരെ മുട്ടുകുത്തിച്ചതും അവർക്ക് ഇനി ഫൈറ്റ് ചെയ്യാനുള്ള നിവൃത്തിയില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് അവർ അമേരിക്കയുടെ അടുത്ത് പോയി അമേരിക്കയുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ വേണ്ടി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായിരുന്നു നമ്മൾ എന്തിനാണ് ഈ യുദ്ധത്തിലേക്ക് പോയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാഠം എന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ്. ഞാൻ അത് പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് പോലെയാണ്. അതായത് ഒന്നാമത് നോക്കൂ, ഇപ്പം രാജ്യത്തെ ലോകത്ത് തന്നെ എല്ലാ സ്ഥലത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റഷ്യ യുക്രൈൻ വാർ 4 വർഷമായി. ഇസ്രയേൽ ഹമാസ് യുദ്ധം ഏകദേശം 3 വർഷമാവുന്നു. US പോലെ ഇത്രയും ശക്തിശാലിയായിട്ടുള്ള രാജ്യം കഴിഞ്ഞ 3 മാസമായിട്ട് ഇറാനെ പോലുള്ള രാജ്യമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം യുദ്ധം തുടങ്ങാമെങ്കിലും അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് പ്രധാനമന്ത്രി മോദി 87 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ യുദ്ധം എന്ന് പറയുന്ന ഓപ്പറേഷന് യുദ്ധസമാനമായിട്ടുള്ളൊരു കാര്യത്തിൽ പോയി നമ്മൾ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യം കിട്ടുകയും നമ്മൾ ആ ഓപ്പറേഷൻ തീർക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ധാരാളം വിമർശനം വന്നു. എന്തുകൊണ്ട് നമ്മൾ തുടർന്നില്ല, എന്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ല, നമുക്ക് POK ഒക്കെ പിടിച്ച് കൂടായിരുന്നോ? പക്ഷെ നമ്മൾ വളരെ വ്യക്തമായിരുന്നു ഒരു ലക്ഷ്യം എന്തായിരുന്നു. ലക്ഷ്യം അവിടുത്തെ ഭീകരവാദത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അവരെ ഇല്ലാതാക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്തു, അവിടെ നമ്മൾ നിർത്തി. ഇതാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത്, രാഷ്ട്രീയ കരുത്താണത്. അത് നല്ല ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പാഠം തന്നെയാണ്. അതായത് ഈ രാജ്യങ്ങളിലെല്ലാം, അതായത് അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ, റഷ്യ, യുക്രൈൻ, ഈ രാജ്യങ്ങളിലെല്ലാം അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരുടെ സൈനികർക്ക് ധാരാളം പരിക്കുകളും ധാരാളം നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവരുടെ സൈനികർക്ക് എന്താണ്, നിങ്ങൾ എത്ര എയർക്രാഫ്റ്റ് നിങ്ങൾ താഴെ വിട്ടു, എത്ര മെഷീൻ ഗൺ നിങ്ങൾ പോയി, എത്ര സൈനികർ നിങ്ങൾ കൊല്ലപ്പെട്ടു, എങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻ ഡീറ്റെയിൽസ് വേണമെന്ന് ആരെങ്കിലും ചോദിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഭാരതത്തിൽ നേരെ തിരിച്ചാണ്. ഭാരതത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ചോദിക്കും എത്ര എയർക്രാഫ്റ്റ് താഴെ വീണു, എവിടെയൊക്കെ വീണു, എങ്ങനെയൊക്കെ. അതായത് പാകിസ്ഥാൻ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ആ പാകിസ്ഥാൻ പുറപ്പെടുന്ന പ്രൊപ്പഗാൻഡ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും. രാഷ്ട്ര താല്പര്യം മാറ്റിവെച്ച് രാഷ്ട്രീയം മാത്രം കാണുന്ന കുറേ ഒരു സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. അതാണ് നമ്മളെ ഏറ്റവും വിഷമമുള്ള കാര്യം. അപ്പോൾ ഈ 2 വിഷയങ്ങളാണ് ഈ ഒരു വർഷം കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നമ്മൾ മറ്റ് ലോക രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും അത് നമ്മൾ ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഭാരതത്തിലുള്ള ഭാരതീയർക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്താകുമെന്നുള്ള സംശയത്തിനും അതനുസരിച്ച് ആ സമയത്ത് മറുപടി തരുന്നുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ കൂടെ തന്നെ അവർ പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ മറുപടി സർക്കാർ നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തുറന്നുകൊണ്ടേയിരുന്നത് ആ മണിക്കൂർ ഇത്രയും. അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ആ സമയത്ത് നമ്മൾ എന്ത് ഇൻഫർമേഷൻ കൊടുത്താലും അത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് അത് ബെനിഫിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ടാക്ടിക്സ്, നമ്മുടെ സ്ട്രാറ്റജി ഇതെല്ലാം പുറത്തു വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരും ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്തത്. അത് ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സേനയ്ക്കോ ഒന്നും ഗുണമല്ലാത്ത കാര്യമാണ്. നോക്കൂ, നമ്മുടെ സേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു സേനയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥമായിട്ടുള്ളൊരു സേനയാണ്. ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ താഴെ പ്രവർത്തിക്കുന്ന ഒരു സേനയാണ്, അല്ലാതെ പാകിസ്ഥാനെ പോലുള്ളൊരു സേനയല്ല. അവിടെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ട്. പക്ഷെ അതിനൊരു സമയമുണ്ട്, ഒരു സന്ദർഭമുണ്ട്, ഒരു രീതിയുണ്ട്. നിങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പറയാൻ ഞങ്ങൾ 10 പ്ലെയിനെ അടിച്ചിട്ടു,
അപ്പം നിങ്ങൾ പറയേണ്ടുള്ളത് നിങ്ങൾ കളവാണ് പറയുന്നതിന് പകരം ആണോ നിങ്ങൾ 10 അടിച്ചിട്ടോ എവിടെയൊക്കെ അടിച്ചിട്ട് പറയൂ സർക്കാർ എന്ന് പറയുന്നത് നടക്കുന്നത് തെറ്റാണ്. അതെ. എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി അത്തരം യുദ്ധങ്ങളിലോട്ടൊന്നും പോകാതെ രാജ്യം ഇരിക്കട്ടെ. എന്തായാലും ആ ധീര ജവാന്മാർക്കും നമ്മളോടൊപ്പം അതേണക്ക് രാജ്യത്ത് ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാവരും ആദരാഞ്ജലികളും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ റിട്ടയർഡ് കേണലായിട്ടുള്ള അദ്ദേഹം ഇപ്പോഴും ആ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയെങ്കിലും ആ ധൈര്യവും ആ മനസ്സും ആ ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ആ ഒരു വർഷം തികയാണ്. എന്തായാലും അത്തരത്തിൽ ഇനിയൊരു കാര്യം യുദ്ധങ്ങളും ഒക്കെ പശ്ചിമേഷ്യൻ യുദ്ധം തന്നെ നമ്മുടെ രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യം നല്ല പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനത്തോടെ രാജ്യത്ത് സുരക്ഷിതയും സന്തോഷവും ഉണ്ടാവട്ടെ. മലയാളി വാർത്ത രാംഭദ്രൻ.